ട്രെയിൻ വഴിയുള്ള ലഹരിക്കടത്തിൽ വൻ വർധന. 2025 റെക്കോർഡ് ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. 2024 ഒരു വർഷം പിടിച്ചെടുത്തത് 559 കിലോഗ്രാം ലഹരി വസ്തുക്കളാണ്. 2025 2 മാസം കൊണ്ട് 421.87 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. 2024 മാത്രം പിടിച്ചെടുത്തത് 2,85,49,929 രൂപയുടെ ലഹരിയാണ്. 2025 ഇതുവരെ 2,16,29,100 രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. 2024 അറസ്റ്റ് ചെയ്തത് 55 ലഹരി കടത്തുകാരെയാണ്. ഈ വർഷം 2 മാസത്തിനിടെ 31 പേരെയാണ് പിടികൂടിയത്. ട്രെയിനിൽ പരിശോധന കർശനമാക്കിയെന്ന് റെയിൽവേ വ്യക്തമാക്കി. അതേസമയം 2025 കൊച്ചിയിൽ ഇതുവരെ നടന്നത് റെക്കോർഡ് ലഹരി വേട്ടയാണ്. മാർച്ച് തികയും മുമ്പ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തത് 642 കേസുകളാണ്. 721 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. 3 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ പിടികൂടിയത് 656.63 ഗ്രാം MDMA ആണ്. 2025 മാർച്ച് 17 ആകുമ്പോഴേക്കും 133 കിലോഗ്രാം കഞ്ചാവും കൊച്ചിയിൽ പിടികൂടിയിട്ടുണ്ട്. 2024 ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെയും കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോഴാണ് 2025 ആദ്യപാദം പിന്നിടുന്നതിന് മുമ്പേ കൊച്ചിയിൽ നടന്ന ലഹരി വേട്ടയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. 2024 നാർക്കോട്ടിക് വിഭാഗം പിടിച്ചെടുത്തത് 333.51 കിലോഗ്രാം കഞ്ചാവാണ്. എന്നാൽ 2025 മാർച്ച് 17 ആകുമ്പോഴേക്കും 133 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കഞ്ചാവ് വേട്ട ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2025 മൊത്തം പിടിച്ചെടുക്കുന്ന കഞ്ചാവിൻ്റെ അളവ് 2024 പിടിച്ചെടുത്തതിൻ്റെ ഇരട്ടിയാകുമെന്ന് വേണം വിലയിരുത്താൻ. രജിസ്റ്റർ ചെയ്തത് 2,475 കേസുകളാണ്. 2,793 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വർഷം മാർച്ച് പകുതിയാകുമ്പോഴേക്കും ഇത് യഥാക്രമം 642ഉം 721ഉമാണ്. കൊച്ചിയിലെ ലഹരി പിടിമുറുക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന താരതമ്യമാണ് ഈ കണക്കുകൾ.